കേരള ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ സിലബസ് പ്രകാരമുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ 4ാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ 4ാമത്തെ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പാർട്ട്ണർഷിപ്പ് ഫേമിനെ കുറിച്ചിട്ടാണ്. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് എന്താണ്, രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നിട്ട് ഒരു ബിസിനസ് സ്ഥാപനം ഫോം ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിൻ്റെ ബേസിലോ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തെടുക്കുക. അതുപോലെ അതിൽ വരുന്ന റിസ്ക് എന്ന് പറയുമ്പോൾ ലോസ് അല്ലേ, നഷ്ടം വരികയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള റിസ്ക് വരികയാണെങ്കിലോ ലയബിലിറ്റി വരികയാണെങ്കിലോ ഈക്വൽ ആയിട്ട് അത് ഡിവൈഡ് ചെയ്തെടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നിട്ട് ഒരു ബിസിനസ് സ്ഥാപനം രൂപീകരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് സിമ്പിളായിട്ട് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേം ഓപ്പൺ ചെയ്യാം. ഒന്ന്, ഒരു എഗ്രിമെൻറ്റിനെ ബേസ് ചെയ്ത് നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓറലായിട്ട്, അതായത് നമ്മളൊരു എഗ്രിമെൻ്റ് ഒന്നും ഇല്ലാതെ ഓറൽ രൂപത്തിൽ നമുക്ക് വാക്കാൽ പറഞ്ഞുറപ്പിച്ചുകൊണ്ട് നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നിയമപരമായിട്ട് സാധ്യതയുള്ളത് അല്ലെങ്കിൽ എല്ലാ രീതി കൊണ്ടും സേഫായ രീതി ഏതാണ്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ഫോർമൽ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. അതിലെ മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു ഫോർമൽ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. ആ ഫോർമൽ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഈ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എല്ലാ പാർട്ട്നേഴ്സും എന്ത് ചെയ്യണം, സൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ആ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് എങ്ങനെ പ്രോഫിറ്റ്, എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, എങ്ങനെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ലോസ് വരികയെങ്കിൽ എങ്ങനെയെല്ലാം അത് കൈകാര്യം ചെയ്യണം, എങ്ങനെയൊക്കെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള എല്ലാ കാര്യങ്ങളും എന്തിൽ കാണിച്ചിട്ടുണ്ടാവും, ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ നമ്മൾ പറഞ്ഞു, രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്നിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുക. ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ഫേം ഏത് നിയമത്തിന് കീഴിലാണ് അല്ലെങ്കിൽ ഏത് നിയമത്തിൻ്റെ കൺട്രോളിന് കീഴിലാണ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏത് നിയമത്തിന് കീഴിലാണ് അവർ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം എന്ത് ചെയ്യണം, എല്ലാ പാർട്ട്ണർഷിപ്പ് ഫേമുകളും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത് ഏത് ആക്ടിന് കീഴിലാണ്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ്. അപ്പോൾ ഈ ആക്ട് 1932 പ്രകാരമുള്ള ഈ ആക്ടിന് കീഴിലായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പാർട്ട്ണർഷിപ്പ് ഫേമുകളും പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമുമായി ബന്ധപ്പെട്ട ആക്ട് എന്ന് പറയുന്നത് ഏതാണ്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിന് പറയുന്ന പേരെന്താണ്, പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. ഈ രണ്ട് ടേമും ഓർത്തിരിക്കുക. ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം എത്ര പേര് വേണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 പേരാണ് മിനിമം വേണ്ടത്. മാക്സിമം എത്ര വേണം, ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ മാക്സിമം 10 വ്യക്തികളെങ്കിലും എന്ത് വേണം, ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യേണ്ട മിനിമം 2 പേരാണ്. ബാങ്കിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ എന്ത് വേണം, മിനിമം 2 പേര്, മാക്സിമം എത്ര പേര് വരെ പറ്റൂ, 10 പാർട്ട്നേഴ്സ് വരെ അതിൽ സാധ്യമാവും. ഇനി ബാങ്കിങ് അല്ലാത്ത മറ്റ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ എത്ര പേര് വരെ വരാം, മാക്സിമം 20 പേര് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സായിട്ട് ജോയിൻ ചെയ്യാം. ഈ പോയിന്റ് ഓർത്തിരിക്കുക. ബാങ്കിങ് ബിസിനസ്സിലെ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. നോൺ ബാങ്കിങ് ബിസിനസ് ഇൻഡസ്ട്രീസിലെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. ഇനി പാർട്ട്നേഴ്സ് എന്താണ്, ഈ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്സാണ് അല്ലേ ഒരു പാർട്ട്ണർഷിപ്പ് ബേസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബേസിക് മോട്ടോ എന്ന് പറയുന്നത്, എന്താണ്, പ്രോഫിറ്റ് ഏണിംഗ് ആണ്. അതായത് ഒരു പാർട്ട്നേഴ്സ് എല്ലാവരും ചേർന്ന് എന്താണ് തുടങ്ങുന്നത്, ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി അതിൽ നിന്നും പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നതാണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ബേസിക് മോട്ടോ അല്ലെങ്കിൽ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് മേക്കിംഗ്, അതായത് ബിസിനസ് തുടങ്ങി അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ് ഇവരുടെ എന്താണ് ബേസിക് മോട്ടോ എന്ന് പറയുന്നത്. ഇനി നമുക്കെന്ത് പറയാം, വേറൊരു പോയിന്റ് കൂടി നമുക്ക് പറയാം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ മെമ്പേഴ്സിനെ പറയുന്ന പേരെന്താണ്, പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. ഒരു പാർട്ട്നേഴ്സ് ചേർന്ന് തുടങ്ങുന്ന സ്ഥാപനത്തിനെ അല്ലെങ്കിൽ കൂട്ടായ്മയെ നമ്മൾ എന്തായി പറയും, അസോസിയേഷൻ ഓഫ് പാർട്ട്നേഴ്സിനെ എന്ത് പറയും, പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയും. ഓക്കെ,
അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ മെമ്പർ എന്ന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, പാർട്ട്ണർ എന്ന് പറയും. അസോസിയേഷൻ ഓഫ് പാർട്ട്നേഴ്സിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഇനി പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ ഈസ് നോട്ട് കമ്പൽസറി. പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആയുള്ള കാര്യമല്ല. പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ കമ്പൽസറി. പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ കമ്പൽസറി ആണോ എന്ന് ചോദിച്ചാൽ കമ്പൽസറി അല്ല. ഒരു കോഓപ്പറേറ്റീവ് ബിസിനസ് സ്ഥാപനമാണെങ്കിൽ, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവിടെ എന്ത് നിർബന്ധമാണ്, രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. പക്ഷേ പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിട്ട് എന്താണ്, രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല. ഓക്കെ, ആ പോയിന്റ് എപ്പോഴും ഓർത്തിരിക്കുക. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് രജിസ്ട്രേഷൻ എന്തല്ല, കമ്പൽസറി അല്ല. പക്ഷേ കമ്പൽസറി ആക്കണം. അതായത് പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് സാധിക്കുകയുള്ളൂ. ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും കടമെടുത്ത പണം ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം, അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്ത പാർട്ട്ണർഷിപ്പ് ഫേമിന് മാത്രമേ നമുക്ക് കോടതിയെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും സമീപിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയെങ്കിൽ അത് സോൾവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, അതൊരു രജിസ്റ്റേർഡ് ഫേമും ആയിരിക്കണം, അവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡും വേണം. അല്ലെങ്കിൽ എന്താണ്, വാക്കാൽ പറഞ്ഞു ഉറപ്പിച്ചത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എപ്പോഴും രജിസ്റ്റർ ചെയ്യുകയാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിൽ അതെന്താണ്, കമ്പൽസറി അല്ല. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫേം ആൻഡ് പാർട്ട്ണർ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫേമും പാർട്ട്ണറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. ഫേമും പാർട്ട്നേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് ടൈപ്പാണ്, പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ആണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ്? ഈസി ഫോർമേഷനാണ്. പാർട്ട്ണർഷിപ്പ് ഫേം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഫോം ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. പിന്നെ ലാർജ് റിസോഴ്സാണ് അല്ലേ. ഒരുപാട് മെമ്പേഴ്സ് അതിലുണ്ടായിരിക്കുമ്പോൾ ആ മെമ്പേഴ്സിന് എന്താണ്, ഒരുപാട് ക്യാപിറ്റലൊക്കെ എന്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സിംഗിൾ മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഉപയോഗിച്ച് ഒരുപാട് പാർട്ട്നേഴ്സ് കൂടി ചേരുമ്പോൾ അവിടെ എന്താണ്, അവിടെയുള്ള റിസോഴ്സുകളും കൂടുകയാണ്. അപ്പോൾ ലാർജ് റിസോഴ്സാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മറ്റൊരു പ്രത്യേകത. ദെൻ ഫ്ലെക്സിബിലിറ്റിയാണ്. എന്ത് ചെയ്യാൻ പറ്റും, പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഡിസിഷൻസ് മേക്കിംഗ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് ചേഞ്ച് വരുത്താം. അതായത് ഇപ്പോൾ അവർ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അത് അത്ര പ്രോഫിറ്റബിൾ അല്ല, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പുതിയ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ അവർക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ പുതിയ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം എന്താണ്, വളരെ ഫ്ലെക്സിബിളാണ്. പക്ഷേ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അത് ഫ്ലെക്സിബിൾ ആണോ? അല്ല. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപനത്തിന് പുതുതായിട്ടൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ജനറൽ ബോഡി വിളിക്കണം, ബൈലോയിൽ അത് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ബൈലോ അമെൻമെൻറ്റ് ചെയ്യണം. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ച് അത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ഡിസിഷൻസ് സ്ഥാപനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അത് വളരെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവിടെ. ദെൻ ഷെയറിങ് റിസ്ക് ഈക്വലി. അവിടെ എന്താണ്, എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും നഷ്ടങ്ങൾ വരികയാണെങ്കിൽ ആ റിസ്ക് അവിടെ ഈക്വലായിട്ടാണ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നത്. ദെൻ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്കിൽ. അതായത് ഒരുപാട് പാർട്ട്നേഴ്സ് ചേർന്ന് തുടങ്ങുന്ന സ്ഥാപനം ആയതുകൊണ്ട് ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൽസാണ് അവിടെ വരുന്നത്. അവരെല്ലാം ഓണേഴ്സാണ് അല്ലെ, അവർക്കെല്ലാം ഈക്വലി ഒരു ഫേമിൽ എന്താണ് ഈക്വലി ഡിസിഷൻസ് എടുക്കാൻ പവർ ഉള്ളവരാണ്. സോ അവർക്ക് എന്താണ്, അവരുടെയൊക്കെ ഡിഫറെൻറ്റ് കഴിവുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കില്ലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫേമിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പോയിൻറ്റ്സാണ് മെയിനായിട്ട് നിങ്ങൾ എക്സാമിന് ഓർത്തിരിക്കേണ്ടത്.